ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ബോക്സ് ഓഫീസിനെ ഞെട്ടി വിറപ്പിച്ചിരിക്കുകയാണ് വിഷു റിലീസായി വന്ന 3 ചിത്രങ്ങളും. ഒന്നിനൊന്നിന് മെച്ചമായി സിനിമകളെല്ലാം തന്നെ കുതിച്ചു പായുന്നു. ഇന്ന് ഗുഡ് ഫ്രൈഡേ ദിനത്തിലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ്. മരണമാസ് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിന് മുന്നാടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. മരണമാസ് എന്ന ചിത്രം ഇന്നലെ 663ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 38,000-ഓളം ജനങ്ങൾ കാണുകയും 27% ഒക്യുപ്പൻസിയിൽ ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകൾ 60 ലക്ഷം രൂപയോളമാണ്. അതായത് സിനിമയ്ക്ക് ഏറെക്കുറെ 90 ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ഷൻ വന്നത്. മികച്ച ഒരു കളക്ഷനോടുകൂടി തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയാം. ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറെക്കുറെ 10 കോടിക്കടുത്ത് നേടിയ ചിത്രം ഇന്നത്തെ കളക്ഷനോടുകൂടി തന്നെ ഒരു 11-12 കോടിക്കടുത്തേക്ക് എത്തും എന്നല്ലെങ്കിൽ 11 കോടിയിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കളക്ഷൻ കുറവാണെങ്കിൽ പോലും അതൊരു സ്റ്റഡി കളക്ഷനായി 1 കോടിക്ക് തൊട്ടടുത്തുള്ള എമൗണ്ടുകളിൽ നിൽക്കുകയാണ് മരണമാസ്. അത് വലിയ രീതിയിലുള്ള ഒരു കളക്ഷനായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സിനിമ ഇന്നത്തോടുകൂടി ഏറെക്കുറെ ഒരു 17 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇതുവരെ ട്രാക്കേഴ്സ് പറഞ്ഞ കണക്കുകൾ പ്രകാരം മാത്രമായിട്ട് 9 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ. അപ്പോൾ തന്നെ നമുക്ക് അതൊരു 13 കോടി 14 കോടിയിലേക്ക് എത്താനുള്ള ചാൻസുകൾ ഏറെ തന്നെയാണ്. എന്തായാലും ബേസിൽ ജോസഫിൻ്റെ ഈ ഒരു സിനിമ ഏറ്റവും നല്ല ഒരു കോമഡി, ഈ ഒരു സീസണിലെ കോമഡി ഗണത്തിൽപ്പെടുന്ന നല്ല ചിത്രം എന്നുള്ള പേര് എടുത്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. മമ്മൂട്ടി നായകനായി എത്തിയ ബസൂക്കയാണ് 9ാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്ന മറ്റൊരു ചിത്രം. ഇന്നലെ 718ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 21,000-ഓളം ജനങ്ങൾ കണ്ടു. 12% ഒക്യുപ്പൻസിയിൽ സിനിമ 40 ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകൾ. അതായത് സിനിമയ്ക്ക് 75 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്നലെയും കളക്ഷനായിട്ട് വരുന്നത്. സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 14 കോടി കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇന്ന് കഴിയുമ്പോഴത്തേക്ക് 14-15 കോടിയിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയങ്ങളില്ലാതാവുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ കഴിഞ്ഞ ദിവസം തന്നെ 25.7 കോടി നേടിയിരുന്നു. അതായത് 8ാം ദിനത്തെ കളക്ഷനോടുകൂടി സിനിമ 27 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് സന്തോഷകരമായ ആ ഒരു വാർത്ത. സിനിമ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഏകദേശം 25 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ 50 കോടിക്ക് മുകളിൽ എമൗണ്ട് വേണം എന്നുള്ളതാണ്. എന്നിരുന്നാലും സിനിമയ്ക്ക് മികച്ച പ്രതികരണങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. വരും ദിവസങ്ങളും അവധി ദിനങ്ങളാണ്. ഈസ്റ്റർ വരെയുള്ള ദിനങ്ങൾ അവധി ആയതുകൊണ്ട് ആ ദിനങ്ങളിലും സിനിമയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ആലപ്പുഴ ജിംഖാന ഈ ഒരു വിഷു റിലീസുകളിൽ അല്ലെങ്കിൽ ഈസ്റ്റർ റിലീസിൽ വന്ന സിനിമകളിൽ ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുകയാണ് ഈ ഒരു സിനിമ. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെ സിനിമകൾ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ നമ്പർ 1 പൊസിഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 1043ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,45,000-ന് മുകളിലുള്ള ആളുകൾ സിനിമ കാണുകയും 50-ന് മുകളിലുള്ള ശതമാനം ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 22ഓളം ഹൗസ്ഫുൾ ഷോകളും 130ഓളം ഓൾമോസ്റ്റ് ഫുൾ ഷോകളും 302ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമാണ് ട്രാക്കേഴ്സ് പറഞ്ഞത്. ഇന്നലെയും സിനിമയ്ക്ക് 2,25 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ട്രാക്കേഴ്സ് പറയുന്നത്. അതായത് സിനിമ 2,90,00,000 3 കോടി റേഞ്ചിലാണ് ഇന്നലെയും കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സിനിമ ഇതിനോടകം തന്നെ 33 കോടിയായിരുന്നു 6 ദിവസം കൊണ്ടെങ്കിൽ 8 ദിവസം കൊണ്ട് സിനിമ 40 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വമ്പൻ വിജയമായിട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. അതായത് ഇന്നും നാളത്തെയും കളക്ഷൻ കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും സിനിമ 50 കോടി ക്ലബിലേക്ക് കയറുന്നതായിരിക്കും. വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം സൃഷ്ടിച്ച് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എന്തായാലും റെക്കോർഡ് വേഗത്തിൽ സിനിമയുടെ കളക്ഷൻ തൂക്കുകയാണ്. ആദ്യ ദിനം മുതൽ സിനിമയ്ക്ക് 2 കോടിക്ക് അല്ലെങ്കിൽ 2.5 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് എല്ലാ ദിവസവും. ഒരു ദിവസം പോലും സിനിമയ്ക്ക് 2.5 കോടിക്ക് താഴേക്കുള്ള കളക്ഷൻ വന്നിട്ടില്ല. ട്രാക്കേഴ്സ് മുഖാന്തരം പോലും സിനിമയ്ക്ക് ആ റേഞ്ചിൽ നിൽക്കുമ്പോൾ അത് ഒരു മിന്നുന്ന വിജയം തന്നെയാണ്. നസ്ലിൻ്റെ ഒരു ഹെവി പൊട്ടൻഷ്യൽ ഇവിടെ കാണിച്ചു തരുമാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ. എന്തായാലും ഈ 3 സിനിമകൾ കൂടി ഓരോ ദിവസവും നേടുന്നത് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ്. ഏറെക്കുറെ 100 കോടിയോളം ആണ് ഈ ഒരു അവധിക്കാലത്ത് ഈ 3 സിനിമകൾ മാത്രമായി നേടുന്ന കളക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏതൊക്കെ സിനിമകളാണ് കണ്ടിരിക്കുന്നത്, ഏത് സിനിമയാണ് കാണാത്തത് എന്നൊക്കെയുള്ളൊന്ന് കമൻസിലൂടെ പറയാം. നിങ്ങൾക്ക് ഓരോ സിനിമയുടെയും അഭിപ്രായങ്ങളൊന്ന് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.